ഓർക്കണേ, അവനെ പറയണേ, അവനെപ്പറ്റി ചിന്തിക്കണേ എന്ന് ഖുർആൻ പറഞ്ഞതാ. നിങ്ങൾ ധാരാളമായി നിസ്കരിക്കണമെന്ന് പറയുന്നതിനു പകരം, ധാരാളമായി നോമ്പെടുക്കണമെന്ന് പറയുന്നതിന് പകരം, ധാരാളമായി ധർമ്മം കൊടുക്കണമെന്ന് പറയുന്നതിന് പകരം, ധാരാളമായി ഉംറ ചെയ്യണമെന്ന് പറയുന്നതിന് പകരം, ധാരാളമായി ഹജ്ജ് ചെയ്യണമെന്ന് പറയുന്നതിന് പകരം, ധാരാളമായി അല്ലാഹനെ ഓർക്കണേ, അവനെ പറയണേ. മുസ്ലിമീങ്ങളെ, അവനവന്റെ ആത്മാവ് രക്ഷപ്പെടാൻ, ഈമാൻ രക്ഷപ്പെടാൻ, ആഖിറം രക്ഷപ്പെടാൻ വിനീതനായ ഞാന് 10-300 ചില്ലാനം കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് നിങ്ങൾ നല്ല വിഭവ സമൃദ്ധമായ ഭക്ഷണം തന്നില്ലേ, എന്നെ സൽക്കരിച്ചില്ലേ, പരനരക്കും സ്നേഹിച്ചില്ലേ, പരനരക്കും ഒത്താശ ചെയ്തില്ലേ, ചേജി കെട്ടി തന്നില്ലേ, മൈക്ക് തന്നില്ലേ, എന്തൊക്കെയാ നിങ്ങൾ എനിക്ക് നൽകിയത്? ഇതൊക്കെ ആഖിറത്തിൽ നമുക്കൊരു നേട്ടത്തിനല്ലേ? ദുനിയാവിൽ എന്നെ കൊണ്ടൊരു നേട്ടമില്ലല്ലോ, ആഖിറത്തിലല്ലേ? അതിനു വേണ്ടി ചെയ്തതല്ലേ? അല്ലാഹ് നിങ്ങൾക്ക് കബൂലാക്കണ്ടേ, ഇതുകൊണ്ട് ഉപകാരം കിട്ടണ്ടേ. അതുകൊണ്ട് വേദനയോടുകൂടി നിങ്ങളോട് ഓർമ്മപ്പെടുത്തിയതാ. അല്ലാഹനെ പറയുന്നിടത്ത് മുഴുവനും, അല്ലാഹനെ ഓർക്കുന്നിടത്ത് മുഴുവനും, അല്ലാഹുവിനെ പറ്റി പരിചയപ്പെടുത്തുന്നിടത്ത് മുഴുവനും അല്ലാഹുവിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്ന മുത്ത് നബിയെ മറന്നുകൂടാ. മുത്തുനബിയുടെ മേൽ പ്രാർത്ഥിക്കാതിരുന്നുകൂടാ. ഞാൻ 1-2 കാര്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സുന്ദരമായ ശരീരം നമുക്ക് സൃഷ്ടിച്ചു. ഈ ശരീരത്തിൽ കാണുന്ന ആന്തരികാവയവങ്ങളും ബാഹ്യാവയവങ്ങളും അവൻ നമുക്ക് സൃഷ്ടിച്ചു. ഈ സൗന്ദര്യം നമുക്ക് അവൻ തന്നു. അതേ സംസാരശേഷി നമുക്ക് അവൻ തന്നു. ചിന്തിക്കാൻ ബുദ്ധി അവൻ നമുക്ക് തന്നു. എല്ലാം പഠിക്കാൻ ബുദ്ധി തന്നതാരാ? നമ്മൾ പല ഡിഗ്രികളും പാസ്സായിട്ടുണ്ട്. ഭൗതിക തലത്തിൽ പല ഡിഗ്രികളും നമ്മൾ